പ്രിയമുള്ളവരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. നമുക്കൊരു അമ്പലം കാണാൻ വേണ്ടി പോയാലോ? നമ്മൾ മലേഷ്യയിലൂടെയുള്ള യാത്രയിലാണ് ഈ ദിവസങ്ങളിൽ. അപ്പോൾ മലേഷ്യയിൽ ചെന്നിട്ട് ഒരാളും മിസ്സാക്കാണ്ട് കാണേണ്ട ഒരു ഭാഗമാണ് തിയാൻ ഹൗ ടെമ്പിൾ എന്ന് പറയുന്നത്. പ്രൊനൗൺസിയേഷൻ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവട്ടോ, എങ്കിലും ഞാൻ പറയുന്നു തിയാൻ ഹൗ ടെമ്പിൾ. ഇതാണ് എനിക്ക് മനസ്സിലായത് ഈ അമ്പലത്തിന്റെ പേരെന്ന് പറയുന്നത്. ഈ മലേഷ്യയിലെ കോലാലംപൂരിന്റെ ഹൃദയഭാഗത്ത് തന്നെ വളരെ സുന്ദരമായിട്ടുള്ള ചൈനീസ് ശൈലിയുടെ ഭംഗിയും ആത്മീയതയും കോർത്തിണക്കുന്ന ഒരു അത്ഭുതകരമായിട്ടുള്ള ക്ഷേത്രമാണ് തിയാൻ ഹൗ ടെമ്പിൾ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. മലേഷ്യയിലെ ഏറ്റവും വലിയതും ഏറ്റവും മനോഹരമായിട്ടുള്ള ചൈനീസ് ക്ഷേത്രങ്ങളിൽ ഒന്നായി ലോകമറിയുന്ന ഈ അമ്പലം സന്ദർശകരുടെ മനസ്സുകളിൽ സമാധാനം നിറയ്ക്കുന്ന ഒരു വിശുദ്ധ സ്ഥലമാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഒത്തിരി വൈകിയും ഒത്തിരി ക്ഷീണിച്ചാണ് ഞങ്ങൾ ഈ അമ്പലത്തിലേക്ക് പോകുന്നത്. പക്ഷേ അവിടെ ചെന്നപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഒരു വൈബ് എന്ന് പറയുന്നത് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ് കേട്ടോ. അത് എല്ലാവരും തന്നെ എൻജോയ് ചെയ്യുന്ന രീതിയിലാണ് അവർ ആ ക്ഷേത്രമൊക്കെ ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ ആരാധിക്കപ്പെടുന്നത് തിയാൻ ഹാവ് എന്നുള്ള ഒരു കടലമ്മയാണ്. കടലിൽ യാത്ര ചെയ്യുന്നവരുടെ രക്ഷകർത്താവായി ചൈനീസ് സംസ്കാരത്തിൽ വലിയ പ്രാധാന്യമുള്ള ഒരു ദേവി. ചൈനീസ് സമൂഹത്തിന്റെ വിശ്വാസങ്ങളും സംസ്കാരവും പാരമ്പര്യവും അലങ്കരിച്ചു നിൽക്കുന്ന ഈ ദേവാലയം മലേഷ്യയുടെ ബഹുസംസ്കാരിക ആത്മാവിന്റെ ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള ഉദാഹരണമാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ക്ഷേത്രത്തിന്റെ പ്രവേശന കവാടത്തിൽ നിന്ന് തന്നെ ഒരാളെ അത്ഭുതപ്പെടുത്തുന്ന സൗന്ദര്യം, ചുവപ്പും പൊന്നും ചേർന്ന മനോഹര നിറങ്ങൾ, രാജസമാനമായിട്ടുള്ള ഡ്രാഗൺ ശില്പങ്ങൾ, അലങ്കരിച്ച വാതിലുകൾ, ഇതെല്ലാം ഒരാളെ ഒരു വേറിട്ട ലോകത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു അത്ഭുത കാഴ്ചയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. തല ഉയർത്തി നോക്കുമ്പോൾ 6 നിലകളിൽ പന്തലിച്ചിരിക്കുന്ന ഒരു ബൗദ്ധ, താവോ, കൺഫ്യൂഷ്യസ് ശൈലികളുടെ ലയനം നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. ചൈനീസ് കലാവാസനയുടെ ഓരോ സ്പർശവും ഇവിടെ അതീവ സൂക്ഷ്മമായിട്ടാണ് അലങ്കരിച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിലേക്കുള്ള പടികൾ കയറുമ്പോൾ കാറ്റിൽ പതഞ്ഞാടുന്ന ചുവന്ന റാന്തലുകളുടെ നിരകൾ മനസ്സിൽ ഒരു ഉത്സവ ചൈതന്യമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇതൊരു അടിപൊളി വാക്കായി പോയില്ലേ? അതായത് വളരെ അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അവിടെ ഒരു ഉത്സവം നടക്കുന്ന ഒരു പ്രതീതിയാണെന്നാണ് ചുരുക്കം. കാരണം വളരെ ഭംഗിയായിട്ട് എപ്പോഴും ഈ ക്ഷേത്രം ഇങ്ങനെ അലങ്കരിച്ചിരിക്കുന്നത് കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു ഉത്സവ പ്രതീതിയൊക്കെ വരില്ലേ? അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. പ്രത്യേകിച്ച് ഈ രാത്രി സമയമാവുമ്പോൾ ഈ റാന്തലുകളുടെ പ്രകാശം മുഴുവനും ആ പ്രദേശത്തെ ഒരു സ്വർഗീയമയമാക്കുമെന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഈ ക്ഷേത്രത്തിനുള്ളിലേക്ക് നമ്മൾ കയറിയിട്ടുണ്ടെങ്കിൽ ആദ്യം കാണുന്നത് തിയാൻ ഹൗ ദേവിയുടെ ഭംഗിയേറിയിട്ടുള്ള വിഗ്രഹം ഉണ്ടോ. ഈ ദേവിയുടെ മുമ്പിൽ കൊളുത്തിയിട്ടുള്ള എണ്ണവിളക്കുകളും പരിസരത്തെ പുഷ്പാലങ്കാരവും ചേർന്ന് നിൽക്കുന്നത് ഒരു അതുല്യമായിട്ടുള്ള ആത്മീയ അന്തരീക്ഷമാണ്. ഇവിടെ വരുമ്പോൾ പലരും സമാധാനത്തിന് വേണ്ടിയും ആരോഗ്യത്തിന് വേണ്ടിയും സമൃദ്ധിക്ക് വേണ്ടിയും എല്ലാവരും ഈ ദേവിയോട് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നു. ചൈനീസ് ജ്യോതിഷത്തോടൊപ്പം തന്നെ ഭാവി പ്രവചിക്കുന്ന ഉപകരണങ്ങളും ഇവിടെ പ്രത്യേകമായിട്ടുള്ള ശ്രദ്ധ ആകർഷിക്കുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, ഈ മലേഷ്യയിൽ ധാരാളം ചൈനീസ് വംശജർ താമസിക്കുന്നുണ്ട്. ഈ ക്ഷേത്രത്തിന്റെ പരിസരത്ത് നിന്ന് കോലാലംപൂർ നഗരത്തിന്റെ മനോഹരമായിട്ടുള്ള സ്കൈലൈൻ ഇതും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ KLS ടവറും പെട്രോണസ് ടവറും ഉൾപ്പെടെ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ നമ്മൾക്ക് ഈ ക്ഷേത്രത്തിൽ നിന്ന് കാണാനായിട്ട് സാധിക്കും. അതായത് പ്രകൃതിയും സംസ്കാരവും നഗര ജീവിതവും ചേർന്ന് നിൽക്കുന്ന ഒരു വിസ്മയ ലോകമാണ് ഈ ക്ഷേത്രം എന്നാണ് ഞാൻ പറഞ്ഞു വരാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഇത് പലർക്കും ഫോട്ടോഗ്രാഫിക്കായി ഏറ്റവും പ്രിയപ്പെട്ട സ്പോട്ടുകളിൽ ഒന്നാണ് കേട്ടോ. നിങ്ങളിത് കണ്ടില്ലേ? നിങ്ങൾക്കൊക്കെ കാണുമ്പോൾ തന്നെ വളരെയധികം ഇഷ്ടപ്പെടും. എനിക്കും വളരെ ആഗ്രഹമായിരുന്നു കേട്ടോ. മലേഷ്യ എന്ന് പറഞ്ഞ സമയത്ത് നമ്മൾ ഇന്റർനെറ്റിലൊക്കെ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ക്ഷേത്രം നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ്. ഈ ക്ഷേത്രത്തിന്റെ പുറത്തുള്ളൊരു ഗാർഡൻ ഉണ്ട് കേട്ടോ. ഗാർഡൻ ഏരിയയിൽ ചൈനീസ് രാശി ചക്രത്തിലെ 12 മൃഗങ്ങളെ പ്രതിനിധീകരിക്കുന്ന ശില്പങ്ങളൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഓരോ ശില്പത്തിന്റെയും പശ്ചാത്തലത്തിൽ ചൈനീസ് സംസ്കാരത്തിന്റെ ആഴമേറിയിട്ടുള്ള പഠനങ്ങളുണ്ട് കേട്ടോ. ഇവിടെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ
ആകർഷണമുള്ള നിരവധി ഫോട്ടോ സ്പോട്ടുകളൊക്കെ ഉണ്ട്. ഇപ്പൊ നിങ്ങൾ കാണുന്നത് ഇവിടെ നിന്നൊക്കെ വളരെ തിരക്കാ, ഇവിടെ നിന്നൊക്കെ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി. ഈ തിയാൻ ഹൗ ടെമ്പിൾ ഒരു സാധാരണ തീർത്ഥാടന സ്ഥലം മാത്രമല്ല കേട്ടോ, മറിച്ച് സംസ്കാരം, കല, ആത്മീയത, ചരിത്രം ഇതെല്ലാം ഒറ്റ പാക്കേജിൽ കിട്ടുന്ന ഒരു സുന്ദരമായിട്ടുള്ള ക്ഷേത്രം ഉണ്ടോ. ചൈനീസ് പുതുവർഷത്തോടനുബന്ധിച്ച് ഇവിടെ നടക്കുന്ന ആഘോഷങ്ങൾ നിറങ്ങളുടെയും സംഗീതത്തിന്റെയും നൃത്തവും കൊണ്ടൊക്കെ ഇവിടെ മറ്റൊരു ലോകം തന്നെ സൃഷ്ടിക്കുന്നു എന്നാണ് ഇവിടുത്തെ തീർത്ഥാടകർ പറയുന്നത്. കോലാലംപൂരിൽ എത്തുന്ന ഏതൊരു യാത്രക്കാരനും ഒഴിവാക്കാൻ പാടില്ലാത്ത ഒരു അനുഭവം ഉണ്ട് ഇവിടെ തിയാൻ ഹൗ ടെമ്പിൾ എന്ന് പറയുന്നത്. സമാധാനത്തിന്റെ, സൗന്ദര്യത്തിന്റെ, ആത്മീയതയുടെ സുന്ദരമായിട്ടുള്ള ഒരു സംയോജന സ്ഥലമെന്ന് നമുക്ക് ഈ തിയാൻ ഹൗ ടെമ്പിളിനെ വിളിക്കുവാനായിട്ട് സാധിക്കും. നമുക്ക് ഇത് കാഴ്ച കൊണ്ടല്ല നമ്മൾ ഇത് അനുഭവിക്കുന്നത്, ഹൃദയത്തിൽ തന്നെ നമ്മൾക്കിത് ആലേഖനം ചെയ്യാനായിട്ട് സാധിക്കും. ദേ നോക്കിയേ, ഇൻസ്റ്റഗ്രാമിൽ വൈറൽ ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്ന ഒരു സ്ഥലം ഉണ്ടോ. കണ്ടില്ല എത്ര മനോഹരം ഉണ്ടോ. നോക്കിയേ, നമ്മൾ പ്രാർത്ഥിക്കാൻ ചെല്ലുന്ന സ്ഥലത്തൊക്കെ ഇങ്ങനെയൊക്കെ അലങ്കരിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ അറിയാതെ തന്നെ നമ്മളുടെ ഉള്ളിലേക്ക് വലിയൊരു സന്തോഷം നൽകിയില്ലേ. ഇത് തന്നെയാണ് എനിക്കും അവിടെ പോയപ്പോഴുണ്ടായത് കേട്ടോ. ഞാൻ വേഗം തന്നെ താഴ്ത്ത് വന്ന് പിന്നെ എന്റെ മൊബൈൽ ഫോണൊക്കെ ഓണാക്കി വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്ത് ഫോട്ടോസ് ഒക്കെ എടുത്ത് അടിച്ചു പൊളിച്ചാണ് കേട്ടോ ഈ ഒരു സമയം ചെലവഴിച്ചത്. ഇപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ ഇത് കാണുമ്പോൾ എന്റെ മനസ്സിൽ വീണ്ടും ആ ഒരു സന്തോഷവും ഓർമ്മകളും ഒക്കെ നിറയുകയാണ്. അതേ നിങ്ങൾ കണ്ടില്ലേ, ഇങ്ങനെ സെൽഫിയൊക്കെ എടുത്ത് അതിന്റെ അടിയിൽ കൂടിയൊക്കെ നടക്കുക എന്നുള്ളത്. വേറൊരാള് സഹായം തേടാൻ അപ്പൊ തോന്നിയില്ല, കാരണം എല്ലാവരും തന്നെ നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. ഇനി എങ്ങനെയെങ്കിലും വീട്ടിലെത്തിയാൽ മതി, അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൽ എത്തിയാൽ മതി എന്നുള്ള ചിന്തയായിരുന്നു. പക്ഷേ ഈ കാഴ്ച, ഇന്നത്തെ കാഴ്ച ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. ഇനി നമ്മൾ ഒരു വലിയൊരു, മലേഷ്യയിൽ തന്നെ ഒരു വലിയൊരു അക്വേറിയം കാണാൻ വേണ്ടി പോകുന്നുണ്ട്. അതിനുശേഷം നമ്മൾ മറ്റ് രാത്രിയിലെ നഗരക്കാഴ്ചകളിലൊക്കെയൊക്കെ നമ്മൾ പോകുന്നുണ്ട്. പ്രത്യേകിച്ച് പെട്രോണസ് ടവർ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നുണ്ട്. ഈ പെട്രോണസ് ടവർ കാണാൻ വേണ്ടിയാണല്ലോ എല്ലാവരും തന്നെ മലേഷ്യയിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ഉള്ളിൽ വളരെയധികം എക്സൈറ്റ്മെന്റ് ആണ്. ഈ പെട്രോണസ് ടവർ എങ്ങനെയുണ്ടാവും, ഞാൻ ഇതുവരെയായിട്ടും പോയിട്ടില്ല. സിനിമയിലും അതുപോലെ തന്നെ റീൽസിലും ഒക്കെയാണ് നമ്മൾ ഇതൊക്കെ കണ്ടിട്ടുള്ളത്. പക്ഷെ ഇന്ന് അത് നേരിട്ട് കാണാൻ വേണ്ടി പോകുന്നു, അതിന്റെ അടിയിൽ പോയിട്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നു. അങ്ങനെയുള്ള ചിന്ത ഈ സമയത്തിന്റെ ഒരേ സമയം എന്റെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പൊ ഞാൻ ഇനി അധികം ദീർഘിപ്പിക്കുന്നില്ല, പകരം ചുരുക്കിയാണ്. അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടത് നമ്മൾ ബസ്സിൽ കയറി ഇനി നേരെ അടുത്ത സ്പോട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുകയാണ്. ടാറ്റ ബൈ ബൈ. അപ്പൊ നമുക്ക് ഒട്ടും താമസിയാതെ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. താങ്ക് യു.